മുസ്ലിം ലീഗ് തേരോട്ടം പിടിച്ചുകെട്ടാൻ ഇത്തവണ താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാൻ എത്തിയതോടെ തിരൂരിൽ പോരാട്ടം കനക്കുകയാണ്. മണ്ഡലത്തിൽ വികസനവും രാഷ്ട്രീയവും സംസ്ഥാന ഭരണവും എല്ലാം ചർച്ചയാണ്. കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ UDF-ന് ആത്മവിശ്വാസം നൽകുന്നതാണ്. പക്ഷേ കണക്കുകളെല്ലാം അബ്ദുറഹ്മാന് മുന്നിൽ തെറ്റും എന്ന പ്രതീക്ഷിക്കുകയാണ് ഇടതുപക്ഷം. തിരൂരിലും ചരിത്രം കുറിക്കാൻ വി അബ്ദുറഹ്മാനെ വിജയിപ്പിക്കുക. അതായത് താനൂർ മോഡൽ ലീഗ് കോട്ടയിൽ അട്ടിമറി വിജയം നേടാൻ ഇത്തവണ തിരൂരിൽ കളം മാറ്റി ഇറങ്ങിയിരിക്കുകയാണ് വി അബ്ദുറഹ്മാൻ. തൊട്ടുപുറത്ത് തിരൂരിൻ്റെ സ്വന്തം കുറുക്കോളിയുണ്ട്. അതായത് ലീഗ് കോട്ട കാക്കാൻ കുറുക്കോളി മൊയ്തീൻ തന്നെ തിരൂരിൽ ഇത്തവണയും കളത്തിലിറങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഒരു മന്ത്രിയും MLA-യും ഏറ്റുമുട്ടുന്ന ഏക മണ്ഡലം കൂടിയാണ് തിരൂർ. മണ്ഡലം രൂപീകരിച്ചതു മുതൽ മുസ്ലിം ലീഗ് കയ്യിൽ വെച്ചിരിക്കുന്ന തിരൂർ 2006-ൽ മാത്രമാണ് നഷ്ടമായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,29,493 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന് ലഭിച്ചത് 82,314 വോട്ട്. ഇടത് സ്ഥാനാർത്ഥി ഗഫൂർ P. ലില്ലീസിന് 75,100 വോട്ട്. കുറുക്കോളിയുടെ ഭൂരിപക്ഷം 7,214. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദാനിക്ക് തിരൂരിലെ ഭൂരിപക്ഷം 50,330 കുത്തനെ ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും 46,000-ത്തിലധികം ലീഡ്. ഈ ഭൂരിപക്ഷം എല്ലാം മറികടന്ന് തിരൂർ പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ. വികസനം തന്നെയാണ് തിരൂരിലെയും പ്രധാന ചർച്ച. സമീപ പ്രദേശങ്ങളിലെ ലീഗ് MLA-മാരുടെ മണ്ഡലത്തിൽ പോലും വികസന മുന്നേറ്റമുണ്ടായപ്പോൾ തിരൂർ മാത്രം പിറകിലായെന്നാണ് വി അബ്ദുറഹ്മാന്റെ വിമർശനം. ഇപ്പോൾ ഇവർ തന്നെ പറയും പിണറായി ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അത് മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും അത് അങ്ങനെ പറയാൻ അവർക്ക് കഴിയില്ല. പക്ഷെ തിരൂരിൽ അത് പറയാൻ അവർക്ക് കഴിയും. കാരണം ഇവിടെ നമ്മൾ അനുവദിച്ച പണം പോലും കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല ഇവിടെ. അതുകൊണ്ട് തിരൂരിലെ ജനങ്ങൾക്ക് ബോധ്യമായി എന്താണ് മറ്റുള്ള ജില്ലകളിലും മറ്റുള്ള മണ്ഡലങ്ങളിലും ഇത്രയധികം കാര്യം നടന്നു, തിരൂരിൽ എന്തുകൊണ്ട് നടന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷേ ഇതൊന്നും തിരൂരിൽ പ്രവർത്തിക്കില്ലെന്ന് ഉറച്ചു പറയുന്നു UDF. തിരൂരിന്റെ വികസനം തടയാൻ ശ്രമമുണ്ടായെങ്കിലും മറികടക്കാൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെടുന്നു UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ. തിരൂരിലെ വിവിധ റോഡുകളിലൂടെ താഴെപ്പാലം റോഡ്, പുത്തനത്താണി വൈലത്തൂർ റോഡ്, അന്നാര റോഡ്, ഇതിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാൻ പറയാം. അതേപോലെ തന്നെ സ്കൂളുകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറയാം. ഞങ്ങൾ ആരോഗ്യ കേന്ദ്രം നോക്കാൻ പറയാം. തിരൂർ ജില്ലാ ആശുപത്രി. പ്രതിപക്ഷ MLA-മാർക്ക് ഫണ്ട് കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ച ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തിന് കീഴിൽ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ വികസന പ്രക്രിയകളൊക്കെ നടത്താൻ, സംരംഭങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത്. താനൂരിൽ നിന്ന് വിജയിച്ചു മന്ത്രിയായ അബ്ദുറഹ്മാൻ പക്ഷേ കഴിഞ്ഞ 2 വർഷമായി തിരൂരിന് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. അതായത് തിരൂരിൽ മത്സരത്തിന് വേണ്ടി അബ്ദുറഹ്മാൻ നേരത്തെ തന്നെ കരുക്കൾ നീക്കിയിരുന്നു. അബ്ദുറഹ്മാന്റെ സ്വന്തം നാട്, വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാമെന്നുള്ള പ്രതീക്ഷ. സ്വതന്ത്ര പരിവേഷം ഒഴിവാക്കി വി അബ്ദുറഹ്മാൻ ഇത്തവണ മത്സരിക്കുന്നത് CPM ചിഹ്നത്തിലാണ്. എൻ്റെ സ്വന്തം നാട്ടിലൊന്ന് മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളും നമ്മളിഷ്ടപ്പെടുന്നവരൊക്കെ പറഞ്ഞു നമുക്കൊരു തവണ ഇവിടെ മത്സരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത്. പക്ഷേ അതേ നാണയത്തിൽ നേരിടുന്നു കുറുക്കോളി മൊയ്തീൻ. താനൂരിൽ തോൽവി പേടിച്ച് തിരൂരിലെത്തിയതാണെന്ന വിമർശനം. അധികം വലിയ വികസനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അധികത്തിനെ ആദരിക്കുന്ന ആളുകളിൽ അവിടെ ഉണ്ടാവുക, അവിടെയല്ലേ മത്സരിക്കുക. അവിടെ തോൽവി അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ മണ്ഡലത്തിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരൂരിൽ NDA-ക്ക് ലഭിച്ചത് 9,600-ഓളം വോട്ടുകളാണ്. ഇത്തവണ വോട്ട് ഉയർത്തുമെന്ന ആത്മവിശ്വാസത്തിൽ സ്ഥാനാർത്ഥി N. നാരായണനും കളത്തിലുണ്ട്. സംസ്ഥാന ഭരണവും പൊതുരാഷ്ട്രീയവുമെല്ലാം തിരൂരിലും ചർച്ചയാണ്. ഭരണമാറ്റമെന്ന UDF പ്രചരണത്തിന്റെ കാറ്റ് തിരൂരിൽ തടഞ്ഞു നിർത്താൻ വി അബ്ദുറഹ്മാന് കഴിയുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. അനീഷ് തോട്ടക്കാടിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.